എല്ലാവർക്കും നമസ്കാരം. രാഗത്തിൻ്റെ ഓരോ പ്രവർത്തകരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു കഥയിലൂടെ നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. പണ്ട് നടന്നൊരു കല്യാണമാണ്. കല്യാണത്തിന് ശേഷം പെൺകുട്ടി സ്വാഭാവികമായും ചെക്കൻ്റെ വീട്ടിലേക്കാണല്ലോ പോവുക. അവിടെ ആ വീട്ടിൽ വെച്ച് ആ കുട്ടി ഒരുപാട് ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ അവളെ ദ്രോഹിച്ചത് ഭർത്താവിൻ്റെ അമ്മ, അതായത് അമ്മായി അമ്മയായിരുന്നു. ആ അമ്മായി അമ്മയോട് ഒരു വാക്ക് മറുത്തു പറയാനോ ഒന്ന് പ്രതിഷേധിക്കാനോ പോലും അവൾ നിസ്സഹായായിരുന്നു, അശക്തിയായിരുന്നു. അങ്ങനെ എല്ലാ പ്രയാസങ്ങളും തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് അവൾ ജീവിക്കുകയാണ്. പക്ഷെ കാലം നീങ്ങി നീങ്ങി പോകുമ്പോൾ, പ്രയാസങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ തൻ്റെ പ്രതിഷേധം, തൻ്റെ സങ്കടം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവളുടെ മനസ്സ് പറഞ്ഞു, നീ ഹൃദയം പൊട്ടി മരിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അവൾ അതിനൊരു മാർഗം കണ്ടെത്തുകയാണ്. ഒരു ദിവസം അമ്മിക്കല്ലിൽ നട്ടിയും കുമട്ടിയും കുരുമുളകൊക്കെ ഇട്ട് അരക്കുന്ന സമയത്ത് ആ അരകല്ലിൻ്റെ താളത്തിൽ അവൾ രണ്ടുപേര് പാട്ട് പാടിക്കൊണ്ടാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത്. അവൾ പാടിയ രണ്ട് വരികൾ ഇങ്ങനെയായിരുന്നു: അമ്മായി അമ്മന കല്ലുമ്മ വെച്ചിട്ട് മറ്റൊരു കല്ലുണ്ട് നാരായണ. എങ്ങനെ? അമ്മായി അമ്മന കല്ലുമ്മ വെച്ചിട്ട് മറ്റൊരു കല്ലുണ്ട് നാരായണ. എത്ര സമർത്ഥമായിട്ടാണ്, എത്ര കൗശലപൂർവ്വമാണ് ആ പെൺകുട്ടി തൻ്റെ ദൗത്യം നിർവഹിച്ചെന്ന് നോക്കുക. ഇപ്പോഴ് വർത്തമാനകാലത്തോട് ബന്ധിപ്പിച്ച് പറയട്ടെ, ഇങ്ങനെ ഒന്ന് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് വിസ്മയയും അർച്ചനയും ഒക്കെ നമ്മുടെ കൺമുൻപിൽ നിന്ന് മാഞ്ഞു പോയത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും നാടൻ പാട്ടിലേക്ക് തന്നെ വരികയാണ്. നാടൻ പാട്ടുകളിലെ നാട്ടറിവ് പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളും സന്താപങ്ങളും സന്തോഷങ്ങളും സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ചിലപ്പോൾ ഈ രൂപത്തിൽ പാട്ടായി, കഥയായി, ചിത്രം വരയായിട്ടൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഒന്നും ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതല്ല. പഴയ കാലത്ത് എല്ലാ കലകളും താനേ ഉണ്ടായതാണ്, മുളപൊട്ടി വന്നതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടായ ഈ ഓരോ നാടും പാട്ടുകളും വരികളുമൊക്കെ വീണ്ടും വീണ്ടും ചൊല്ലണമെന്ന്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ചൊല്ലണമെന്ന് വന്നപ്പോൾ ചിലർ അത് ആവർത്തിച്ച് ചൊല്ലി. കേൾക്കാൻ ഇഷ്ടപ്പെട്ടവർ അത് വീണ്ടും വീണ്ടും പാടാൻ ആവശ്യപ്പെട്ടവർ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അങ്ങനെ ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക് ഇത്തരം പാട്ടുകൾ, ഇത്തരം ഈരടികൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇങ്ങനെ ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരത്തിനിടയിൽ അതിലെ ആ മൂലരൂപത്തിൽ നിന്ന് ചില അടരുകളൊക്കെ അടർന്നു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പാടുന്നവന്റെ അല്ലെങ്കിൽ കഥ പറയുന്നവന്റെ മനോധർമ്മം അനുസരിച്ച് ചില ചേരുവകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ നാട്ടറിവ് പാട്ടുകൾ എന്ന് പറയുന്നത് തനത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് വകഭേദങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോപ്പിറൈറ്റ് എന്നുള്ളത് ഈ നാടൻ കലകളുടെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും അവകാശപ്പെടാൻ പറ്റില്ല. 6 മലയാളിക്ക് 100 മലയാളം എന്ന് മലയാളത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നാടൻ പാട്ടുകളുടെ അല്ലെങ്കിൽ നാട്ടറിവ് പാട്ടുകളുടെ കഥയും. ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഒരേ ആശയം തന്നെ അല്ലെങ്കിൽ ഒരേ സന്ദേശം തന്നെ നൽകുന്ന നിരവധി പാട്ടുകളുണ്ട്. ഉദാഹരണമായിട്ട്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ല ഹോജാതി കുമാരങ്ങൾ. കുമാരനാശാന്റെ വരികളാണ്. ഇതിന് സമാനമായ നിരവധി പാട്ടുകളുണ്ട്. ഏറ്റവും പ്രധാനം നമുക്ക് തന്നെ അറിയാവുന്ന നമ്മുടെ പൊട്ടന്തെയ്യത്തിന്റെ തോറ്റാണല്ലോ. സർവജ്ഞപീഠം കയറാൻ പോയ ശങ്കരാചാര്യര് മാനവികതയുടെ മഹാപാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷാൽ ശിവൻ ചണ്ടാളന്റെ വേഷം ധരിച്ചിട്ട് വഴിയിൽ നിൽക്കുന്ന ആ കഥയുണ്ടല്ലോ. അപ്പോൾ ചണ്ടാളനെ വഴിയിൽ കണ്ടപ്പോൾ എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞത്? തിരിതീരി 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 പുലയാ എന്നല്ലേ പറഞ്ഞത്. മറുപടി എന്തായിരുന്നു? തിരിയാനോ ചൊന്നാതി ഇരിയുമോ നങ്ക അങ്ങെല്ലാം കാടല്ലോ ഇങ്ങെല്ലാം മുള്ള് എങ്ങന അടിയൻ വഴിതിരിയണ്ടു ഒക്കത്ത് കുഞ്ഞ് അലയിലോ കള്ള് എങ്ങന
ദേവന് പൂജ നാങ്കളേ കുപ്പയിൽ നട്ടോരു തൃത്ത പൂവല്ലേ നിങ്ങളെ ദേവന് മല. പിന്നെയുള്ള വരികളാണ് വളരെ പ്രധാനപ്പെട്ടത്. നാങ്കളെ കൊത്തിയാലും ചോരലേ ചോരേ നിങ്ങളെ കൊത്തിയാലും ചോരലേ ചോരേ. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറഞ്ഞതുകൊണ്ടാണ് കേരളം മാറിയത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നിരവധി നാടൻ കലകൾ, നാട്ടറിവ് പാട്ടുകൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. സമാനമായ മറ്റ് പാട്ടുകളും നമുക്ക് നോക്കാം.